കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട്ടിലെ വിവാദ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാൻ ഉത്തരവ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേതാണ് ഉത്തരവ്. പ്ലാന്റിന്റെ പ്രവർത്തനത്തെ തുടർന്ന് അതിരൂക്ഷമായ മലിനീകരണം നേരിടുന്നുവെന്ന പരാതിയുമായി കാലങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലായിരുന്നു. അനീഷ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, കഴിഞ്ഞ ദിവസം തെരുവിലേക്ക് ഇറങ്ങിയതും നാട്ടുകാർ ഉൾപ്പെടെ ഇറങ്ങി ഈ ഫ്രഷ് കട്ട് പൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആഹ്ലാദങ്ങൾ ഉൾപ്പെടെ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു പൂട്ട് വീഴുമ്പോൾ എന്താണ് സാഹചര്യം? ായി തന്നെ നാട്ടുകാർ ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധത്തിലായിരുന്നു. വലിയ സമരങ്ങൾ നടന്നു. ഒപ്പം ഈ ഫാക്ടറിക്ക് തീ വെക്കുകയും അവിടുത്തെ ജീവനക്കാരെ മർദ്ദിക്കുകയും യന്ത്രോപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ കോടതികളുടെ ഉത്തരവിന്റെ പിൻബലത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തൊട്ടാകെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലടക്കം ആഞ്ഞടിച്ച ഒരു പ്രളയ സമാനമായ ഒരു മഴക്കെടുതി ഉണ്ടായിരുന്നു. ഈ മഴ പെയ്തപ്പോൾ ഈ ഫാക്ടറിയുടെ മുൻവശത്തും അല്ലെങ്കിൽ ഫാക്ടറിയുടെ പരിസരത്തും വലിയ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തു. ഈ വെള്ളക്കെട്ട് സമയത്ത് ഫാക്ടറിയിൽ നിന്നും മാലിന്യങ്ങൾ സമീപത്തുള്ള പുഴയിലേക്ക് ഒഴുകിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത്തരം ഒരു കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ ഫാക്ടറിക്ക് നൽകിയ അനുമതികൾ റദ്ദാക്കിയിരിക്കുന്നത്. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്, അതായത് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണമെന്ന നിർദ്ദേശം നൽകി. എന്തായാലും ഇന്ന് ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ പ്രവർത്തനം നിർത്തിവെച്ചു എന്ന് കമ്പനിയുടെ ഉടമകൾ പറയുകയും ചെയ്തു. പക്ഷേ ഇത് ഏകപക്ഷീയമായൊരു നിലപാടാണ് എന്ന് കമ്പനി ആരോപിക്കുന്നു. ഒരു ദുരന്തമാണ് അല്ലെങ്കിൽ ഒരു മഴക്കെടുതി എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ് വന്നത്. മറിച്ച് അങ്ങനെ വന്നപ്പോഴും ഈ കമ്പനിക്കുള്ളിലെ മാലിന്യങ്ങളൊന്നും ഒരു തരത്തിലും പുറത്തേക്ക് ഒഴുകിയിട്ടില്ല എന്നും അവർ പറയുന്നു. എന്തായാലും കോടതികളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥാപനം കുറച്ച് നാളുകളായി തന്നെ പ്രവർത്തിച്ചു വരുന്നത്. ഒപ്പം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് മലിനീകരണ നിയന്ത്രണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിനുള്ളിലെയും പുറത്തെയും ജലത്തിന്റെ ഒരു നിലവാരം എല്ലാ ആഴ്ചയിലും പരിശോധിക്കുകയും ഹൈക്കോടതിക്ക് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നിർണായകമാണ്. കാരണം സർക്കാർ ഈ സമരക്കാരുടെ ഒരു സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ അവരുടെ വളരെ നാളുകളായുള്ള പ്രതിഷേധത്തിനോടൊപ്പം ചേർന്ന് ഈ സ്ഥാപനത്തെ പൂട്ടിയിരിക്കുന്നു. മറുവശത്ത് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച് ഒരു വ്യവസായം നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഈ ഫ്രഷ് കട്ടിന്റെ ഉടമകൾ പറയുന്നത്. എന്താവും ഇക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനം എന്ന് നമുക്ക് ഇന്ന് ഒരു ഉച്ചയോടുകൂടി അറിയാൻ കഴിയും. വളരെ നിർണായകമായ ഒരു തീരുമാനം ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാവും. ഒരു വശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം, സർക്കാർ നാട്ടുകാർക്കൊപ്പം നിൽക്കേണ്ടി വരും. മറുവശത്ത് ഇൻവെസ്റ്റ്മെന്റ്, ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യവസായം മുടങ്ങുന്നൊരു സാഹചര്യത്തിലേക്കും നിൽക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഒരു ധാരണ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇത് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോഴേക്കും തെരുവിലിറങ്ങി ആഘോഷിക്കുകയായിരുന്നു അവിടുത്തെ നാട്ടുകാർ. നാളുകളായുള്ള അവരുടെ പ്രതിഷേധമാണ്. അത് ഒടുവിൽ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയെന്ന് വരെ അവിടെയുള്ളവർ ആളുകൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഫ്രഷ് കട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും കോടതിയുടെ നിലപാടെന്നത് സംബന്ധിച്ച് ഇന്ന് ഉച്ചയോടുകൂടി ധാരണയാകും. അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.